നടുവേദന എന്ന പ്രശ്നം ഇപ്പോൾ വളരെ കോമണായി കണ്ടുവരികയാണ്. പണ്ട് കാലത്തൊക്കെ 50 വയസ്സിന് മേലെ കണ്ടുവന്നിരുന്ന ഈ പ്രശ്നം ഇപ്പോൾ 30 വയസ്സിലും എന്തിന് കുട്ടികളിൽ വരെ കണ്ടു തുടങ്ങി. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഡേവിസ് ജോൺ, കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് ആൻഡ് സ്പൈൻ സർജൻ, ടെസ്ല സ്കാൻ സെൻ്റർ, ചാലക്കുടി. നടുവേദന എന്ന് പറഞ്ഞ പ്രശ്നം ഇപ്പോൾ വളരെ കോമണായി കണ്ടുവരുന്നുണ്ടല്ലോ. ഇതിപ്പോൾ IT പ്രൊഫഷണൽസ് ആയാലും ഓഫീസ് വർക്ക് ജോലിക്കാരായാലും ഈ പറഞ്ഞ പ്രശ്നം കൂടുതലായിട്ട് എന്തുകൊണ്ട് കണ്ടുവരുന്നു? കുട്ടികളിൽ തന്നെ 10ാം ക്ലാസ് പഠിക്കുന്നവരായാലും +2 വിദ്യാർത്ഥികളായാലും എൻട്രൻസിന് പഠിക്കുന്നവരും കുത്തിയിരുന്ന് പഠിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ സിറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇരുന്ന് ഉണ്ടാവുന്ന ജീവിതശൈലിയിലുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ നടുവേദനയ്ക്ക് ഒരു മെയിൻ കോസായിട്ട് കാണുന്നത്. ഇതിനെ നമ്മൾ ഡിസ്കോജനിക് പെയിൻ എന്ന് പറയും. എന്താണ് ഡിസ്ക്? അതിന് ആദ്യം തന്നെ നമ്മൾ നട്ടലിനെ പറ്റി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികളായിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടി ജനിക്കുമ്പോൾ സാധാരണ മുന്നോട്ടുള്ള ഒരു ഫ്ലെക്ഷൻ ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാവുന്നത്. വളർന്നു വരുമ്പോൾ തല പൊക്കാൻ തുടങ്ങുമ്പോഴും നടുനിവർത്തി നടക്കാൻ തുടങ്ങുമ്പോഴും കഴുത്തിൻ്റെ അവിടെയും നടുവിൻ്റെ അവിടെയും ഒരു മുന്നോട്ടൊരു തള്ളൽ വരുന്നുണ്ട്. നമ്മുടെ നടുവിൻ്റെ ഭാഗത്തായിട്ട് 5 കശേരുകളാണ്. അതിൻ്റെ ഒപ്പം തന്നെ 5 ഡിസ്കുകളും ഉണ്ട്. ഈ ഡിസ്കുകളാണ് നമുക്ക് വഴക്കം തരുന്നത്. മുന്നോട്ട് കുനിയാനും നിവരാനും സഹായിക്കുന്ന ഈ പറഞ്ഞ 5 ഡിസ്കുകളാണ് സഹായിക്കുന്നത്. ഡിസ്ക് എന്ന് പറയുന്നത് ഒരു ജെല്ലി ലൈക്ക് മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം ഇരിക്കുമ്പോഴാണ് നമുക്കൊരു കുഷനിങ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഡിസ്കിന് ചുറ്റും ഒരു കവറിങ് ഉണ്ട്. അതൊരു ടഫ് ആനുലസ് എന്ന് പറയും. അതിൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗം കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിരിക്കും ബാക്കിലത്തെ ഭാഗത്തിനേക്കാളും. അപ്പോൾ നമ്മൾ നിവർന്ന് നിന്ന് നടക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഈ മുന്നോട്ടുള്ള തള്ളിച്ച കാരണമുണ്ട്. നമ്മുടെ ബോഡി വെയിറ്റ് ഈ ഡിസ്കിൻ്റെ പിറകിക്കൂടെ ആയിരിക്കും നമ്മുടെ കാലിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ബാക്കിൽ നിന്ന് മുന്നോട്ടുണ്ടാകുന്ന തള്ളിച്ച കാരണമുണ്ട് ഡിസ്കിൻ്റെ ആ ഒരു പ്രഷർ എഫക്റ്റ് കുറച്ചുകൂടി മുന്നിലേക്കാവും. എന്നാൽ നമ്മൾ ഇരിക്കുമ്പോഴോ കുനിയുമ്പോഴോ ഈ പറഞ്ഞ ഡിസ്കിൻ്റെ ആ ഫോഴ്സ് കുറച്ചും കൂടി ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കായിട്ട് കൂടാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് വരുന്ന മെയിൻ നാഡിഞരമ്പുമേ ഈ ഡിസ്കിൻ്റെ ഒരു തള്ളൽ വന്ന് തട്ടാൻ സാധ്യതയുണ്ട്. പിറകിലത്തെ ഈ ആനുലസിൻ്റെ ആയാലും കവറിങ്ങിൻ്റെ ആയാലും ആ ഒരു സ്ട്രെങ്ത്ത് മുന്നിലത്തേനേക്കാളും കുറവായതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ ഒരു തലോണയുടെ കവർ പോലെ പഞ്ഞിക്കെട്ട് അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളി വരുന്നത് പോലെ ഈ ഡിസ്ക് വേണമെങ്കിൽ ഞരമ്പിന് വന്ന് തട്ടാം. അങ്ങനെയാണ് ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീർക്കെട്ട് പോലത്തെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ നട്ടലിൻ്റെ അവിടെ വന്ന് ഈ ഞരമ്പിനെ ഞെരുക്കുകയും അത് കാരണം ഉണ്ടാകുന്ന വേദന നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ ഡിസ്ക് എന്ന് പറയുന്ന പ്രശ്നം ഈ ഡിസ്കിൻ്റെ തള്ളിച്ച സൈഡിലേക്ക് വരുമ്പോൾ അത് കാലിലേക്ക് ഇറങ്ങുന്ന ഞരമ്പിൻ്റെ അവിടെ വന്ന് തട്ടുമ്പോൾ കാലിലേക്കുള്ള വേദനയും നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇരുന്നുള്ള ജോലി 8-10 മണിക്കൂർ ഇരിക്കേണ്ടി വരുമ്പോൾ ഈ ഡിസ്കിൻ്റെ തള്ളിച്ച ഞരമ്പിലേക്ക് വരുമ്പോഴാണ് നടുവേദനയും കാലിലേക്കുള്ള വേദനയും വരുന്നത്. അപ്പം നമുക്കിതിനെ എങ്ങനെ മാറ്റാൻ പറ്റും? ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 8-10 മണിക്കൂർ ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂർ കൂടുമ്പോൾ ഒന്ന് ജസ്റ്റ് എഴുന്നേറ്റ് നടക്കുക, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, നടുവൊന്ന് നിവർത്തുക, എന്നിട്ട് വന്ന് ഇരിക്കുക. അപ്പോൾ തന്നെ ഈ പറഞ്ഞ നടുവിൻ്റെ മേലെയുള്ള ആ ഒരു പ്രഷർ എഫക്റ്റ് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. ഇതിൻ്റെ ഒപ്പം തന്നെ നടുവിന് ഈ പറഞ്ഞ ഇരിക്കുന്നത് മാത്രമാണോ ഒരു പ്രശ്നം? അല്ല. നടുവിന് ഇത് കൂടാണ്ട് മറ്റു കാരണങ്ങളും കൂടിയുണ്ട് വേദന വരാനായിട്ട്. അതിൽ വേറൊരു കാരണമാണ് നമ്മുടെ വ്യായാമക്കുറവ് കൊണ്ട് തന്നെ നട്ടലിൻ്റെ പിറകിലുള്ള മസിൽസ് ഒരു ബാലൻസ്ഡ് അല്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ നടുവിന് ഒരു ഉളുക്ക് വരാം. അത് കാരണം കൊണ്ടും നടുവേദന വരാം. ഇതുകൂടാണ്ട് തന്നെ വരുന്നതാണ് നമുക്ക് പെട്ടെന്ന് വെയിറ്റ് വെക്കുകയോ എന്ന് പറഞ്ഞാൽ അമിതഭാരം വരികയോ അല്ലെങ്കിൽ അമിതവണ്ണം ഇരിക്കുമ്പോൾ നടുവിലേക്ക് ഈ പറഞ്ഞ ഡിസ്കിലേക്ക് വരുന്ന പ്രഷർ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡിസ്കിൻ്റെ ബൾജ് ഉണ്ടാവാം. പ്രായം ചെല്ലും തോറും ഈ ഡിസ്കിന് തേയ്മാനം വരും. എന്താണ് തേയ്മാനം എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ ജെല്ലി ലൈക്ക് മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്രായം ചെല്ലും തോറും അതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അംശം കുറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ അത് ഇച്ചിരി കൂടി ഹാർഡാവും, കുറച്ചും കൂടി സ്റ്റിഫാവും. അപ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ജോലി പോലും ചെയ്യുമ്പോൾ, കുനിഞ്ഞു നിവർന്ന് വെയിറ്റ് എടുക്കുന്ന ജോലി ചെയ്യുമ്പോൾ പോലും ഈ പറഞ്ഞ ഡിസ്ക് തള്ളി ഞരമ്പിന് തട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിനെയാണ് നമ്മൾ തേയ്മാനം എന്ന് വിളിക്കുന്നതും. അത് കാരണം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞരമ്പിന് തട്ടുമ്പോഴാണ് നടുവേദനയും കാലുവേദനയും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാരണങ്ങളെയും നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അമിതവണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നതും പെട്ടെന്ന് വെയിറ്റ് കൂടാതെ ഇരിക്കാൻ ശ്രമിക്കുന്നതും
ഇത് കൂടാണ്ട് തന്നെ നമ്മൾ നടുവിനായിട്ടുള്ള റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നതുമാണ് നമ്മുടെ നടുവിന് ഹെൽത്തി ആക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു വേദന വന്നാൽ നമുക്ക് അത്യാവശ്യത്തിന് ഒരു 4-5 ദിവസത്തേക്ക് വേദന സംഹാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീർക്കെട്ട് കുറയ്ക്കാനുള്ള ഗുളികൾ കഴിച്ചാൽ ചെറിയൊരു ആശ്വാസം കിട്ടുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വേദന കുറയണതിനനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ നടുവിനുള്ള വ്യായാമങ്ങളും വെയിറ്റ് കുറയ്ക്കാനൊക്കെ ശ്രദ്ധിക്കുകയും വേണം. ഇത് കൂടാണ്ട് നടുവേദനയ്ക്ക് ഈ ഡിസ്കോജനിക് പെയിൻ എന്ന് ഞാൻ വിശേഷിപ്പിച്ച ഈ ഡിസ്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണോ നടുവേദനയ്ക്ക് കാരണം? ഇത് കൂടാണ്ട് വേറെ പ്രശ്നങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, അണുബാധ നട്ടലിൻ്റെ എല്ലുകൾക്ക് ബാധിക്കുക അല്ലെങ്കിൽ ഡിസ്കിനെ ബാധിക്കുക. ഇൻഫെക്ഷൻ ഇസ് ദ സെക്കൻഡ് മോസ്റ്റ് കോമൺ റീസൺ. അപ്പോൾ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ TB റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ നട്ടലിൻ്റെ ഈ ഡിസ്കുകളിലേക്ക് TB അണുബാധ വന്ന് അപ്പോൾ ഈ ഡിസ്കിലത്തെ നീർക്കെട്ട് കാരണം കൊണ്ടും അതിൽ നിന്ന് വരുന്ന പഴുപ്പ് കാരണം കൊണ്ടും ഞരമ്പിന് ഞെരുക്കം വരികയും ഞരമ്പിൻ്റെ നീറ്റലിനും ഞരമ്പിൻ്റെ ബലക്കുറവോ ക്ഷതവും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇൻഫെക്ഷൻ അല്ലാണ്ട് വരുന്ന രണ്ടാമത്തെ വേറൊരു കാരണമാണ് മുഴകൾ. അത് നട്ടലിൽ നിന്ന് തന്നെ വരുന്ന മുഴകളാവാം, അല്ലെങ്കിൽ വേറെ ഭാഗത്തുനിന്ന് വരുന്ന മുഴകൾ നട്ടലിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതും ആവാം. ഇത് കാരണം കൊണ്ടും വിട്ടുമാറാത്ത നടുവേദന ഉണ്ടാവാം. ഇതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് രാത്രി കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന വേദന ആയതുകൊണ്ട് നമ്മൾ രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് തന്നെ എഴുന്നേൽക്കുക, വേദന വിട്ടുമാറാതെ നിൽക്കുക, മരുന്നുകളിലും ഈ പറഞ്ഞ വ്യായാമത്തിലും ഒന്നും ഒരു കുറവില്ലാതിരിക്കുക, വിശപ്പില്ലായ്മ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് ഭാരം കുറയുന്ന പോലെ തോന്നുക, ഇതൊക്കെ ഒരു റെഡ് ഫ്ലാഗ് സൈൻ പോലെയാണ്. ഇതിന് നമ്മൾ വെയിറ്റ് ചെയ്യാതെ ഒരു ഡോക്ടറിൻ്റെ ചികിത്സ, പ്രത്യേകിച്ച് ഒരു സ്പൈൻ സർജൻ്റെ ഒരു വിദഗ്ധ ഒരു ട്രീറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ കൺസൾട്ടേഷന് തേടേണ്ടതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറിൻ്റെ ചികിത്സ തേടേണ്ടത്? 1, വിട്ടുമാറാതെ നിൽക്കുന്ന നടുവേദന. 2, മരുന്നുകളിലും വ്യായാമത്തിലും ഇതിനൊരു ആശ്വാസം കിട്ടാണ്ട് വരുമ്പോൾ, പെട്ടെന്ന് വെയിറ്റ് കുറയുകയോ വിശപ്പില്ലായ്മയോ അല്ലെങ്കിൽ രാത്രിയിൽ വേദന കാരണം കൊണ്ട് എഴുന്നേൽക്കേണ്ടി വരികയോ, ഏറ്റവും കൂടുതലായിട്ടും കാലിലേക്ക് കഴച്ചിറങ്ങുന്ന വേദനയും മരയിപ്പും കൂടുകയും കാലിലത്തെ ബലക്കുറവ് വരികയും, മോഷൻ പോകുന്ന ഈ ഭാഗം, യൂറിൻ പോകുന്ന ഭാഗങ്ങളിലൊക്കെ ഒരു മരയിപ്പ് പോകാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കി അതിന് വിദഗ്ധ ചികിത്സയ്ക്ക് തേടേണ്ടത് തന്നെയാണ്. അപ്പോൾ നടുവേദന എന്ന് പറഞ്ഞ പ്രശ്നം നമ്മൾ ചെറുതായിട്ട് എടുക്കരുത്. നടുവേദന എന്ന് പറഞ്ഞ പ്രശ്നം ഏറ്റവും കൂടുതൽ ഡിസ്ക് റിലേറ്റഡ് ആണെങ്കിലും മറ്റു കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ നടുവേദന വരുന്നതുകൊണ്ട് ഒരു ഡോക്ടറിൻ്റെ ചികിത്സ നിങ്ങൾ തേടേണ്ടതാണ്. അപ്പോൾ നല്ലൊരു ഹെൽത്തി നട്ടലിന് വേണ്ടി ഇതുവരെ പറഞ്ഞ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.